ഓക്കെ, ഇത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് പറയുന്നത് ഒരു എമൗണ്ട്, അതായത് 3,90,625 രൂപ എന്ത് ചെയ്യുന്നു, 4,56,976 മാറുന്നു. 8% പെർ ആനം ഇൻട്രസ്റ്റ് ബീയിങ് കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി. ഹാഫ് ഇയർലി ആയിട്ട് കണക്കാക്കുമ്പോൾ, അപ്പോൾ നമുക്കറിയാം ഹാഫ് ഇയർലി ക്വാർട്ടർലി എന്നൊക്കെ പറയുമ്പോൾ അവിടെ റേറ്റ് പെർസെൻറ്റേജിന് ഒരു ചേഞ്ച് ഉണ്ടാവും, നമ്പർ ഓഫ് ഇയേഴ്സിന് ചേഞ്ച് ഉണ്ടാവും. ഇത് 8% എന്ന് പറയുമ്പോഴത്തേക്കും 4% എഫക്റ്റേ ഉണ്ടാവുള്ളൂ ഹാഫ് ഇയർലി ആകുമ്പോൾ. അപ്പോൾ ആദ്യം ചെയ്തു വെക്കേണ്ടത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രാക്ഷൻ ഒന്ന് കണ്ടുപിടിച്ചെടുക്കുക. ഓക്കെ, എത്ര വരും? 4% കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ 1/25. 25 രൂപ ഇട്ട് കഴിഞ്ഞാൽ ഒരു വർഷം കഴിയുമ്പോൾ 26 തിരിച്ചു കിട്ടും എന്നാണ് പറയുന്നത്. ദെൻ ഇതെല്ലാം തന്നെ പെർ ആനത്തിൽ കണക്കാക്കുമ്പോഴുള്ള ഇയർ ആണ്. സോ ഇത് ഹാഫ് ഇയറിൽ കണക്കാക്കുമ്പോൾ 4 വർഷത്തെ എഫക്റ്റ് ആയിരിക്കും. ഇത് 1.5 വർഷം ആയതുകൊണ്ട് × 2 3 വർഷത്തെ എഫക്റ്റ്. ഇത് 5 വർഷത്തെ എഫക്റ്റ്. ഇത് വരുന്ന 2 വർഷത്തെ എഫക്റ്റ്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എമൗണ്ട്സിൻ്റെ സിംപ്ലസ്റ്റ് റേഷ്യോ എടുക്കുക. ഈ എമൗണ്ട്സിൻ്റെ സിംപ്ലസ്റ്റ് ആയിട്ടുള്ള റേഷ്യോ എടുക്കുക. ഈ തന്നിരിക്കുന്ന എമൗണ്ട് അത് ഉറപ്പായിട്ടും 26/25 ഒരു പവർ ആയിരിക്കും. ആ പവർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ കിട്ടും. അപ്പോൾ നിങ്ങളിവിടെ നോക്കുമ്പോൾ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 625 × 625 625 × 625 എന്ന് പറയുമ്പോൾ 25ൻ്റെ 4th പവർ. 25ൻ്റെ എന്ത് പറയും? 4th പവർ. അപ്പോൾ എന്നിൻ്റെ വാല്യൂ ഇതിൽ നിന്ന് നമുക്ക് എത്രയെന്ന് പറഞ്ഞു കിട്ടും? 4 എന്ന് പറഞ്ഞു കിട്ടും. എന്നിൻ്റെ വാല്യൂ 4 എന്ന് പറഞ്ഞു കിട്ടും. എന്നിൻ്റെ വാല്യൂ 4 എന്ന് പറയുമ്പോൾ കിട്ടുന്നതെന്ന് ഉദ്ദേശിക്കുന്നത് ഈ വാല്യൂ ആണ്. അതായത് ഹാഫ് ഇയർലി ചെയ്യുമ്പോഴത്തേക്ക് 4 വർഷത്തെ എഫക്റ്റ്. ആക്ച്വലി അത് എത്രയാണ്? 2 വർഷമായിരിക്കും പെർ ആനം. സോ ഇവിടെ കിട്ടുന്ന എന്നെന്ന് പറയുമ്പോൾ ഹാഫ് ഇയർലിയുടെയാണ്. അപ്പോൾ എന്നിൻ്റെ വാല്യൂ എത്രയായിരിക്കും? 2 ഇയർ ആയിരിക്കും. ഈ 2 ആയിരിക്കും ഇതിൻ്റെ ഫൈനൽ ആൻസർ ആയിട്ട് കിട്ടാൻ പോകുന്നത്.